ഇതാണ് സേതുവിന്റെ വീട്ടിലേക്കുള്ള വഴി. ഇതെന്റെ വാർഡാണ്. എന്റെ വാർഡിന്റെ ഈ വഴിയിൽ ചിലപ്പോൾ ഇതൊരു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഇവര് ക്ഷേത്രത്തിൽ, ഈ തൊട്ടു ഫ്രണ്ടിൽ കാണുന്ന മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ കഴകമായി രാഗിണി വന്നതിന് ശേഷമാണ് ഈ വീട് അവര് വാടകയ്ക്ക് എടുത്തത്, വാടകയ്ക്ക് താമസമായത്. പക്ഷേ എങ്കിൽ ഇതിൽ നിന്നും ഒരു 300 മീറ്റർ മാറി ആണ് ഇവരുടെ സ്വന്തമായ സ്ഥലം വരുന്നത്. ഒരുപാട് ദൂരെയൊന്നുമില്ല, ഈ വാർഡിൽ തന്നെയാണ്, എൻ്റെ വാർഡിൽ തന്നെയാണ് അവരുടെ കുടുംബ വീടും. ഇപ്പോൾ ഒരു വാടകയ്ക്ക് താമസിച്ച ഭാഗവും വരുന്നത് ഇവിടെയാണ്. ഈ വീട്ടിലാണ് ഞാൻ നമ്മൾ രാവിലെ എത്തി നാട്ടുകാരെല്ലാം ഒത്തുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇങ്ങനെ തോരാത്ത കണ്ണീരുമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാനത് ഈ വാതിലിൽ കൂടെ കയറിയാണ് അകത്ത് കയറിയതും. ഇവരോട് ഈ വാതിലിന്റെ തൊട്ടടുത്ത ഭാഗത്തിരുന്നുകൊണ്ടാണ് ഞാൻ രാഗിണിയോടും സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ശ്രീതു കസേരയിട്ട് വന്നിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും എന്നോട് ശ്രീതു പറഞ്ഞതാണ് കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്ത്, അതായത് ശ്രീതുവിന്റെ ഭർത്താവിന്റെ അടുത്താണ് കിടന്നത്. ശ്രീതു തൊട്ടടുത്ത് കാണുന്നത് ഒരു ബാത്റൂമാണ്. ആ ബാത്റൂമിൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോഴേക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പോഴേക്കും അമ്മ കുഞ്ഞിനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ച് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണുവാനില്ല. അങ്ങനെയാണ് കുഞ്ഞിനെ കാണുവാനില്ല എന്ന് ഞാൻ അറിയുന്നത്. പക്ഷെ അപ്പോൾ ആ കാണുവാനില്ല എന്ന് പറയുന്ന സമയത്തെല്ലാം വീട്ടിൽ ഇവിടെ രാഗിണിയുണ്ട്, ശ്രീതുവിന്റെ അമ്മയുണ്ട്, ഹരികുമാറുണ്ട്. ഈ കുഞ്ഞിന്റെ അച്ഛൻ തലേ ദിവസം വന്നതാണ്. കാരണം ശ്രീതുവിന്റെ അച്ഛന്റെ 16 അടിയന്തരം അന്ന് അവർ ആഘോഷിക്കണം. ഈ 30-ാം തീയതി ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് അയാൾ വന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ 16 അടിയന്തരം എന്ന് പറയുന്നത് അതിനും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ കഴിഞ്ഞു, 2-3 ദിവസങ്ങൾക്ക് കഴിഞ്ഞു. അന്ന് യഥാർത്ഥത്തിൽ 18 വരുന്നത്, ഈ ചടങ്ങ് അവർ വച്ചിരിക്കുന്ന ദിവസം. അപ്പൊ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിച്ച് വരുത്തി ഒരു ദിവസം തങ്ങിപ്പിച്ചു. അതിന്റെ മറവിൽ ഈ കുഞ്ഞിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ശ്രീധുവിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. കാരണം എന്താണ്? എന്തിനു വേണ്ടി അച്ഛനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി? ശ്രീധുവും ഭർത്താവും ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടായി പിണങ്ങി 2 മേഖലകളിലാണ്. പിണങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കാണുന്ന പോലെ വൻ ശത്രുതയും അടിയും പിടിയും ഒന്നും ഉള്ളതല്ല. അവർ 2 മേഖലകളിലാണ്. പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിച്ച ശ്രീധുവിന്റെ അച്ഛൻ മരിച്ച സമയത്തെ വിളിച്ചു വരുത്തി ഒക്കെ അങ്ങനെ ഒരു സൗഹൃദം വന്നു. അതിലൂടെ അവരിങ്ങനെ വീണ്ടും വിളിച്ചു വരുത്തി. അപ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ലാതെ വരുമ്പോഴേക്കും സ്വാഭാവികമായി ഇന്നലെകളിൽ കുഞ്ഞിന്റെ അച്ഛൻ വന്നു. ഈ കുഞ്ഞിന്റെ അച്ഛനാണ് കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന് ബോധപൂർവമായി തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ഒരു ശ്രമം നടത്തിയത്. അങ്ങനെയാണ് അന്നേ ദിവസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ദിവസം, ഈ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാനുള്ള ദിവസം അന്ന് തന്നെ എടുക്കാനുള്ള കാരണം അതാണ് എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് സാധാരണയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ഈ വീട്. മുറി ഇതിനകത്ത് കയറുന്ന ആദ്യത്തെ വാതിൽ ഇതാണ്. ഇവിടെ നിന്നിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത്, ഇതിപ്പോ അതുമുതലൂടെ താമസവും ആളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരണത്തിൽ കാട് പിടിച്ചതുപോലെ കിടക്കുകയാണ്. ഇതാണ് ആ ബാത്റൂം. ഈ ബാത്റൂം എന്ന് പറയുന്നത് വീട്ടിന്റെ പുറകുവശത്തുള്ള വാതിൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ വാതിൽ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴേക്കാണ് ശ്രീധു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്നത്. ശ്രീധുവിന്റെ ഈ കുട്ടിയുടെ അച്ഛൻ കിടന്നത് ഇതിന്റെ തൊട്ട് മുകളിലാണ് ഉള്ളത്. അപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോയി? അപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളികൾ എടുത്തുകൊണ്ട് പോയതാകാം എന്ന് ഞങ്ങൾ സംശയം പറയുമ്പോൾ ഇത് കുഞ്ഞിന്റെ ചെരുപ്പാണ്, ആ കുട്ടിയുടെ ചെരുപ്പാണ്. ഇപ്പോഴും ആരോ ആ കുഞ്ഞിനെ ഈ ചെരുപ്പ് ഇനിയും ഉപയോഗിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചെരുപ്പ് കാത്തിരിക്കുകയാണ്. കണ്ടോ, വേദനാജനകമായ ഒരു സംഭവമാണത്. എത്ര തന്നെ നമുക്ക് പറയാൻ കഴിയും. നല്ല ഓമനത്വമുള്ള സൂര്യ തേജസ്സുള്ള ഒരു മകൾ. പുരാണത്തിൽ സൂര്യ തേജസ്സുള്ള കർണനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സൂര്യ തേജസ്സുള്ള മകൾ ഈ പ്രദേശത്ത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. കുഞ്ഞിനെ അന്യസംസ്ഥാന തൊഴിലാളികൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും എടുത്തുകൊണ്ട് ചാടിയ മതിലായിട്ട് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്ന ഇതാണ്. ഈ മതിൽ വഴി പുറത്തേക്ക് ചാടി കൊണ്ടുപോയി എന്നാണ് ശ്രീധു എന്നെ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ നോക്കുമ്പോഴേക്കും ആ ഭാഗത്തിന്റെ പുറത്തു ഭാഗത്തായിട്ട് ഒരു കാൽപാദം ഉണ്ട്. കാൽപാദം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് തൊഴിലുറപ്പുകാർ ഇവിടെ കിളച്ചിട്ടതിന്റെ കാൽപ്പാടാണ്. അപ്പൊ അതായിരിക്കും എന്ന് സംശയിച്ച് പോലീസും നാട്ടുകാരടക്കം ഇതിനങ്ങോട്ട് ഈ ടവറിന്റെ അടുത്തുകൂടെ അങ്ങോട്ട് താഴോട്ട് കിടക്കുന്ന വഴിയെ അടക്കം എല്ലാവരും പോയി നോക്കി കഴിയുമ്പോഴേക്കാണ് കുറെ കഴിയുമ്പോൾ ഇത് DYSP എത്തുകയും അദ്ദേഹമാണ് CIയോട് പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിക്കാൻ പറയുകയും, കാരണം ഈ കിണറിന്റെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മൂടി ഇട്ടിരുന്നു, വർഷങ്ങളായിട്ട് മൂടി കിടക്കുന്ന, കാറ്റും വെയിലും മഞ്ഞും മഴയുമൊക്കെ ഏറ്റ് കിടന്നതിൽ ഈ തുണിയെല്ലാം ഒരുമാതിരി ഒരു കട്ടി കൊടുത്ത് ചുമരോട് ഒട്ടിയിരുന്നു. അപ്പോൾ അതേണ്ടത് ആ ഒരു ഭാഗം വരുമ്പോൾ
ലേശം തുണി ഇങ്ങനെ മാറിയിരുന്നപ്പോൾ ഏതാണ്ട് തലങ്ങം ഈ അയ ഇപ്പോഴും കെട്ടിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ഉടുപ്പാണ് ഇതായി കിടക്കുന്നത്. തലങ്ങം വേങ്ങം കെട്ടിരിക്കുന്ന അയയിൽ തുണികളും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ DYSP അദ്ദേഹമാണ് ശ്രീധുവിനോട് അത് രാഗിണിയോട് ചോദിക്കുന്നത്, ശ്രീധുവിന്റെ അമ്മയോട് ചോദിക്കുന്നത്, അതിന്റെ ഈ തുണി ശകലം ഇങ്ങനെ മാറി നിൽക്കുന്ന പറഞ്ഞു. അത് തുണി കഴുകി കൊണ്ടുപോയി അയയിലിട്ടപ്പോഴേക്കും മാറിയതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് DYSP അദ്ദേഹം സിയോട് പറഞ്ഞത് ഫയർഫോഴ്സിനെ വിളിക്ക് എന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫയർഫോഴ്സിനെ വിളിക്കെന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് വന്ന് ഇവിടെ കെട്ടി ഇതെങ്ങനെ ഈ ഭാഗത്ത് റൗണ്ട് ചെയ്ത് ആ തൂൺ കെട്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഫയർഫോഴ്സിന്റെ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിനകത്ത് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു 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 ഭയങ്കര കാൽക്കുലേഷൻ നടത്തി ഒരു ഒരു ശരിക്കൊരു കണക്ക് കൂട്ടലോട് കൂടി മാത്രമാണ് ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ പ്രചോദനം എന്താണെന്ന് നമുക്കറിയില്ല. കുഞ്ഞിനെ ഈ കിണറ്റിൽ എറിഞ്ഞതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീധു തന്നെയാണ്. അതിന് ഒരു തർക്കവുമില്ല. ഞാൻ അടിവരയിട്ട് അന്ന് പറഞ്ഞ തരത്തിന് ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ അന്വേഷണങ്ങൾ എത്തിയതും ശ്രീധുവിലെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ഡ്രസ്സ് ഇങ്ങനെ ഈ മകൾ ധരിച്ച സൂര്യ തേജസ് ധരിച്ച വസ്ത്രം ഇപ്പോഴും കിടക്കുന്നത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിനാണെന്നറിയാമോ? ഈ വസ്ത്രത്തിന് നാശത്തിന്റെ സമയമായി. പക്ഷേ ഒന്ന് അറിയണം, ഇത് ഉപയോഗിച്ചിരുന്ന കുട്ടിക്ക് നാശം വരുത്തിയത് ആര് എന്നറിയാൻ വേണ്ടി പ്രകൃതി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ, കഴുകി വിരിച്ചിട്ട് ഒരു ശകലം പോലും ചുളുങ്ങിയിട്ടില്ല. ആ വിരിച്ചിട്ട മാതിരി തന്നെ കിടക്കുന്നു. എത്ര മാസമായി ഇവിടെ ആള് മാറിയിട്ട്. ഈ കാറ്റും മഴയും എല്ലാം ഉണ്ടായി, പ്രകൃതിക്ഷോഭമുണ്ടായി, വൃക്ഷങ്ങളെല്ലാം വൻ വൃക്ഷങ്ങൾ കടപുഴുകി വീണുപോയില്ലേ. എന്നിട്ട് പോലും ഈ വസ്ത്രത്തിന് നിങ്ങൾ നോക്കൂ, ഒരു ലേശം മാറിയിട്ടുണ്ടോ? ക്ലിപ്പിട്ടിട്ടില്ല, വെറും സാധാ കഴുകിയിട്ട ഒരു ഡ്രസ്സാണ് ഇപ്പോഴത് കിടക്കുകയാണ്. അപ്പൊ പ്രകൃതി പോലും കണ്ണുനീര് നിൽക്കുകയാണ്. ഇത് മാറും. ഇത് കാറ്റടിച്ച് മാറണമെങ്കിൽ, സത്യം കാറ്റടിച്ച് മാറണമെങ്കിൽ ഇതിന്റെ കുറ്റവാളി ആരെന്ന്, ഇതിന്റെ ആരെന്ന് ശരിക്കിന്റെ ഉത്തരവാദി ആരെന്ന് അറിഞ്ഞതിന് ശേഷം ഇത് മാറൂ. ഇത് പ്രകൃതിയുടെ നിയമമായി. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനതായിട്ട് നോക്കൂ. അതേപോലെ ആ നടയിൽ കിടക്കുന്ന 2 ചെരുപ്പ് ഒന്ന് നോക്കൂ. കാലിൽ ഇപ്പോഴും ഊരിയിട്ടതുപോലെ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു, ഈ ഞാൻ വിശ്വസിക്കുന്നു, ഇതാണ്ട ഈ ചെരുപ്പ് ഇടാൻ വേണ്ടി ഇട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞ ചെരുപ്പാണ്. ഈ ചെരുപ്പ് ഇപ്പൊ ഊരിയിട്ടിട്ട് കയറിപ്പോയതുപോലെ ഈ കുഞ്ഞിന്റെ ആത്മാവ് ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടോ, ഈ ചെരുപ്പ് സൂക്ഷിച്ചു നോക്കൂ. ഇത് കഴുകി ഇട്ടിട്ട് നമ്മൾ കാലിലിട്ടിട്ട് ഊരി ഇട്ടതുപോലെയാണ് ആ ചെരുപ്പ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പൊ പ്രകൃതിയുടെ ഒരു കാഴ്ചപ്പാട് നമ്മളൊന്ന് നോക്കണം. ആ വസ്ത്രവും ഇതും 2 ഭാഗത്തായി കിടക്കുന്നു. ശരിക്കുള്ള ഇതിന്റെ കുറ്റവാളി ആര്? ഇതാരാണ് ഈ വൻ പാപം ചെയ്തത്? അതറിഞ്ഞതിന് ശേഷമാകും ഒരുപക്ഷെ പ്രകൃതി ഇത് മാറ്റുന്നത്.